ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ഈ വിശുദ്ധ വലിയ നോമ്പിൻ്റെ അനുഷ്ഠാനത്തിൽ നമുക്കൊരു യാചകനെ പോലെ, ഒരു ആത്മീയ യാചകനെ പോലെ ആയിത്തീരാം. ഒരു യാചകൻ ഇരിക്കുന്നത് ജനബാഹുല്യമുള്ള ഇടത്താണ്. എങ്കിൽ മാത്രമേ അവൻ്റെ ജീവസന്ധാരണത്തിന് ആവശ്യമായ കാര്യങ്ങൾ കണ്ടെത്തുവാനായിട്ട് അവന് സാധിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ ഒരു നോമ്പുകാരൻ ഇരിക്കേണ്ടത് ക്രിസ്തു സാന്നിധ്യത്തിലാണ്. ക്രിസ്തു സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് അവന് തൻ്റെ ജീവിതത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഒരു നോമ്പുകാരൻ നോക്കേണ്ടത് ക്രിസ്തുവിൻ്റെ മുഖത്തേക്കാണ്. വിശുദ്ധ സങ്കീർത്തനത്തിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നത് പോലെ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രകാശിതരാകുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് കഴിയട്ടെ. ഒരു യാചകൻ മറ്റുള്ളവരെ സമീപിക്കുമ്പോൾ തുറന്ന കരങ്ങളുമായിട്ടാണ് അവരെ സമീപിക്കുന്നത്. അപ്പോൾ അവന് വേണ്ടവ ലഭിക്കുന്നു. ഒരു നോമ്പുകാരനും ഇതുപോലെ തന്നെ തുറന്ന കരങ്ങളുമായും തുറന്ന ഹൃദയവുമായും ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന് കൃപ സ്വീകരിക്കുവാനും ദൈവത്തെ സ്വന്തമാക്കുവാനും അവന് സാധിക്കുന്നു. അതുകൊണ്ട് ഈ നോമ്പുകാലം നമുക്ക് ഒരു ആത്മീയ യാചകനെ പോലെ ദൈവസന്നിധിയിൽ നിന്ന് കൃപ സ്വീകരിക്കുവാൻ പ്രത്യേകമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നന്മകൾ നേരുന്നു.